കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരന്റെ വീട്ടിൽ മുട്ടയിൽ കൂടോത്രമൊക്കെ ചെയ്ത് പണിവെച്ച സംഭവത്തിൽ കെ സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനുമെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. പണിയെടുക്കാതെ കൂടോത്രമൊക്കെ ചെയ്താൽ പാർട്ടി ഉണ്ടാകില്ലെന്നും ഇത്തരക്കാർ പാർട്ടിക്കാർക്ക് തന്നെ നാണക്കേടെന്നുമാണ് യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ അബിൻ വർക്കി പറയുന്നത്. ഇത് 21ാം നൂറ്റാണ്ടെന്നും ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ് ഇതെന്ന് ഓർക്കുന്നത് നല്ലതാണെന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. അതായത് കൂടോത്രം വയ്ക്കാൻ എടുക്കുന്ന പണിയുടെ പകുതി പാർട്ടിയിൽ എടുത്താലേ നല്ല നേതാവാകൂ എന്ന് പറഞ്ഞാണ് ആൽബിൻ വർക്കി തന്റെ പ്രസംഗം തുടങ്ങുന്നത്. പണിയെടുക്കാതെ കൂടോത്രം വെച്ചാലൊന്നും പാർട്ടി ഉണ്ടാകില്ലെന്നും കൂട്ടിച്ചേർത്തു. ഇത് 21ാം നൂറ്റാണ്ടാണെന്നും 2024 കൂടോത്രക്കാർ ഓർക്കണമെന്നും പറയുന്നു. സയന്റിഫിക് ടെമ്പർ എന്ന വാക്ക് പ്രതിഫലിപ്പിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണിത്. കൂടോത്രം വരുമാന മാർഗമാക്കിയവരും മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഇറങ്ങിയവരുമായ വ്യക്തികൾ ഇതൊക്കെയൊന്ന് മനസ്സിലാക്കി വെക്കുക. കൂടോത്രം ചെയ്തിട്ടൊന്നും കാര്യമില്ല, പണിയെടുത്താലേ പാർട്ടിയുണ്ടാകൂ, പണിയെടുത്താലേ നിങ്ങൾ നേതാവാകൂ എന്നാണ് അബിൻ വർക്കിയുടെ വാക്കുകൾ. അതേസമയം ഇക്കഴിഞ്ഞ നാളിലാണ് കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരന്റെ കണ്ണൂരിലെ വസതിയിൽ സിന്ദൂരത്തിൽ പൊതിഞ്ഞ് ചില രൂപങ്ങൾ, അതിനുള്ളിൽ വരച്ചതും എഴുതിയതുമായ തകിടുകളും ചെറിയ രൂപങ്ങളുമെല്ലാം കവറുകളിൽ പൊതിഞ്ഞു കിട്ടിയത്. ഇത് സത്യമാണോ എന്ന് ചോദിച്ചറിയാൻ രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിച്ചപ്പോൾ നോ കമന്റ്സ് എന്ന് കലിതുള്ളി രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഇറങ്ങിപ്പോവുകയും ചെയ്തു. കൂടോത്രത്തിന്റെ ഉറവിടം വെളിപ്പെടുത്തിയാൽ താൻ എല്ലാം വിശദീകരിക്കാമെന്ന നിലപാടിലായിരുന്നു ഉണ്ണിത്താൻ. ആരാണ് വീഡിയോ തന്നതെന്ന് പറഞ്ഞാൽ സകല കാര്യങ്ങളും വിശദീകരിക്കാം. നിങ്ങൾക്ക് ഈ സാധനം എവിടുന്ന് കിട്ടിയെന്ന് പറയൂ, അതില്ലെങ്കിൽ കമ എന്ന് മിണ്ടരുത് എന്നായിരുന്നു ഉണ്ണിത്താന്റെ പ്രതികരണം. പറഞ്ഞ കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ഒരിക്കലും പിൻവലിച്ചിട്ടില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരന്റെ വീട്ടിൽ നിന്ന് കൂടോത്ര അവശിഷ്ടങ്ങൾ പുറത്തെടുക്കുന്ന 1.5 വർഷം മുമ്പുള്ള വീഡിയോ ഇക്കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. ഇത്രയും ചെയ്തിട്ടും താൻ ബാക്കിയുണ്ടല്ലോ എന്ന് സുധാകരൻ ഉണ്ണിത്താനോട് പറയുന്നത് വീഡിയോയിൽ കേൾക്കാം. തനിക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെന്നും സൂക്ഷിക്കണമെന്നും ഉണ്ണിത്താൻ നിർദ്ദേശം നൽകുന്നുണ്ട്. അതേസമയം ഇക്കഴിഞ്ഞ നാളിലാണ് കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്നും കൂടോത്ര വസ്തുക്കൾ കണ്ടെത്തിയത്. 1.5 വർഷം മുമ്പ് സുധാകരന്റെയും രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെയും പൂജാരിയുടെയും സാന്നിധ്യത്തിൽ മന്ത്രവാദ വസ്തുക്കൾ പുറത്തെടുക്കുന്ന ദൃശ്യങ്ങളായിരുന്നു പുറത്തുവന്നത്. ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് സുധാകരൻ ദൃശ്യങ്ങൾ പഴയതാണെന്നും പ്രതികരിച്ചു. സിന്ദൂരത്തിൽ പൊതിഞ്ഞ ചില രൂപങ്ങൾ, അതിനുള്ളിൽ വരച്ചതും എഴുതിയതുമായ തകിടുകളും ചെറിയ രൂപങ്ങളും, കവറുകളിൽ പൊതിഞ്ഞ ഇവയൊക്കെ കെ സുധാകരന്റെ കണ്ണൂരിലെ വീടിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയതാണ്. സുധാകരന്റെയും രാജ്മോഹൻ ഉണ്ണിത്താന്റെയും സാന്നിധ്യത്തിലാണ് 1.5 വർഷം മുമ്പ് ഇതെല്ലാം പുറത്തെടുത്തത്. ഇക്കാര്യം സ്ഥിരീകരിച്ച് ഇതുകൊണ്ട് തന്നെ തളർത്താനാകില്ല എന്നാണ് പറഞ്ഞത്. സുധാകരൻ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് 1 ലക്ഷം വോട്ടിനാണ്. ചുരുക്കത്തിൽ ഇത് ചെയ്തവരുടെ ലക്ഷ്യം ഫലം കണ്ടില്ല. ശാസ്ത്രം മിന്നൽ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇതിനായി ചിലവഴിച്ചവരുടെ പണം പോയത് മാത്രം മിച്ചം. കെ.പി.സി.സി അധ്യക്ഷനായിരിക്കെ VM സുധീരന്റെ വീട്ടിലും സമാനമായ രീതിയിൽ മന്ത്രവാദ വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. കെ.പി.സി.സി ഓഫീസിലും ഇതുപോലെ ചിലത് സ്ഥാപിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്ന വിവരം സുധാകരൻ തള്ളിക്കളഞ്ഞില്ല. അധ്യക്ഷൻ സംശയം പ്രകടിപ്പിച്ച പശ്ചാത്തലത്തിൽ കെ.പി.സി.സി ഓഫീസിൽ കൂടോത്ര വസ്തുക്കൾക്കായി സമഗ്ര പരിശോധന തന്നെ നടത്തുമെന്നാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.